Hi and welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ കെയർ തന്നെ ഞാൻ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് മാറാനുള്ള റെമഡി ആയിട്ടാണ്, ക്വിക്ക് റെമഡി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇത് 100% നാച്ചുറലാണ്, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഇത് നമ്മുടെ കണ്ണിലെ പാട് മാത്രം പൂവ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ കണ്ണിലുള്ള ഇങ്ങനെ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇതെല്ലാം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ? ബാ വെയിറ്റ്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ആക്ച്വലി എനിക്ക് തരുന്നൊരു പ്രോത്സാഹനമാണ്. ഞാൻ കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനം. സോ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ഹാപ്പി ആവും. സോ ഞാൻ കൂടുതൽ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് പലതും കാണാനായിട്ട് സാധിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കുളമാക്കാതെ വീഡിയോയിലേക്ക് പോവാണ്. ബാ. സോ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആലോവേറ ജെല്ലാണ്. അതിപ്പോൾ ഡയറക്റ്റ് പ്ലാന്റിൽ നിന്ന് എടുക്കാം, ഓർ നമുക്ക് കടയിൽ നിന്നൊക്കെ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടും. സോ അതായാലും മതി. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി അടുത്ത വേണ്ടത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് നമുക്കറിയാം, നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് തരുന്ന ഒരു സംഭവമാണ്. സോ അതിപ്പോൾ ഞാൻ ഒരു ക്യാപ്സ്യൂളാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഈ ജെൽ ഒരുപാട് നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒരാഴ്ചത്തേക്ക് മതി. പിന്നെ കണ്ണിനടിയിൽ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, കണ്ണടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ടെർമറിക്, കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഒരുമാതിരി കട്ടായിട്ടാണ് തോന്നും. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ഒരു ജെല്ല് പോലെ ഒരു ക്രീം പരുവാകും. നമുക്ക് ഈ പരുവാണ് വേണ്ടത്. പിന്നെ ഈ മഞ്ഞ കളർ കാണുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആയി കഴിയുമ്പം ഈ മഞ്ഞ സ്റ്റെയിൻ തോന്നത്തില്ല. പിന്നെ ഇതിപ്പോൾ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നാം, പക്ഷേ ക്വാണ്ടിറ്റി കുറവല്ല. ഇത് തന്നെ ധാരാളമാണ്. നമ്മളിപ്പോൾ ഡെയിലി കണ്ണിൽ ഉപയോഗിക്കുന്നത്, കണ്ണിനടിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, കാരണം നമുക്ക് സ്കിന്നിലേക്ക് നമുക്ക് രാത്രി മൊത്തം ഒരു അബ്സോർബ് ആവുമല്ലോ. സോ അത് നല്ല ബെനിഫിറ്റ്സ് തരും. ബെനിഫിറ്റ് അല്ല, റിസൾട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. സോ നമുക്കിനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫിംഗറിൽ എടുത്തിട്ട് അത് രണ്ട് കയ്യിലോട്ടാക്കിയിട്ട് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് ഡയറക്റ്റ് അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ക്ലീൻ ഫേസാണ്, ഞാൻ ജസ്റ്റ് മുഖം കഴുകി, പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിൽ വേറെ ഒന്നുമില്ല, മോയ്സ്ചറൈസറോ ഒന്നുമില്ല. ഇത് മാത്രം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിൽ സർക്കുലർ മോഷനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അല്ലെങ്കിൽ കടുപ്പിച്ചൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് പതുക്കെ സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഇതിങ്ങനെ നോൺ സ്റ്റിക്കിയാണ്, സ്റ്റിക്നെസ് ഒന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് അബ്സോർബായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്നും ഇട്ടായിട്ട് തോന്നുമില്ല. പിന്നെ ഈ മഞ്ഞളിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ ഒരു തരി പോലെ വന്നേക്കാം, അത് നമ്മൾ ഫുള്ളി ഡ്രൈഡ് ആകുമ്പോൾ അത് പൊയ്ക്കോളും. ഇനി കിടന്നുറങ്ങാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ടാറ്റാ, ബൈ.